ആന്ധ്രാപ്രദേശിലെ കേന്ദ്ര സർവകലാശാലയിൽ വിദ്യാർത്ഥി സമരം. പെൺകുട്ടികളുടെ ഹോസ്റ്റലിൽ തുടർച്ചയായി സുരക്ഷാ വീഴ്ച ഉണ്ടാകുന്നതിനെതിരെയാണ് മലയാളി വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പ്രതിഷേധിക്കുന്നത്. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ ചെയ്യുന്നു. റഹീസ്, എന്താണ് പ്രതിഷേധത്തിന്റെ ആധാരം? ഇപ്പോഴും പ്രതിഷേധിക്കുകയാണോ? എന്തൊക്കെയാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? ഏതെങ്കിലും തരത്തിൽ ഈ ക്യാമ്പസ് മാനേജ്മെന്റ് അല്ലെങ്കിൽ സർവകലാശാല മാനേജ്മെന്റ് ഇവരെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ടോ? സുഹേൽ, ഇപ്പോഴും ഈ ഹോസ്റ്റലിലെ വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുകയാണ്. കേന്ദ്ര സർവകലാശാലയിൽ വിദ്യാർത്ഥി സമരം തുടരുകയാണ്. ആന്ധ്രാപ്രദേശിൽ മലയാളി വിദ്യാർത്ഥികൾ ഉൾപ്പെടെയാണ് ഇപ്പോൾ പ്രതിഷേധത്തിലുള്ളത്. പെൺകുട്ടികളുടെ ഹോസ്റ്റലിൽ തുടർച്ചയായി സുരക്ഷാ വീഴ്ച ഉണ്ടാകുന്നതുമായി ബന്ധപ്പെട്ടാണ് പ്രതിഷേധം. ഈ പ്രതിഷേധക്കാരായ ചില മലയാളികളോട് നമ്മൾ സംസാരിക്കുകയുണ്ടായി. ഇവർ പറയുന്നത് കോളേജ് ഹോസ്റ്റലിൽ സ്ഥിരം പുരുഷന്മാർ അതിക്രമിച്ചു കയറുകയും ഒപ്പം തന്നെ ഹോസ്റ്റലിന്റെ ബാത്റൂമിൽ അടക്കം അതിന്റെ പരിസര പ്രദേശത്തൊക്കെയും പുരുഷന്മാർ എത്തുന്നത് പലതവണ ഈ പെൺകുട്ടികൾ കാണുകയുണ്ടായി. ഇതൊക്കെയും പരാതിപ്പെട്ടിട്ടും യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടാകുന്നില്ല എന്നതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ ഇവർ സമരം ചെയ്യുന്നത്. 2-3 ആഴ്ചയ്ക്ക് മുമ്പും ഇത്തരത്തിലൊരു സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ അധ്യാപകരോട് ഇത് പറഞ്ഞപ്പോൾ ഇവർ ഇത് ഗൗരവമായി എടുത്തില്ല. കഴിഞ്ഞ ദിവസവും ഈ ബാത്റൂം പരിസരത്ത് ഒരാളെ കാണുകയുണ്ടായി. ഇയാൾ ഉപേക്ഷിച്ച ഒരു ലഹരി വസ്തുവിന്റെ കവറും ഇവിടെ നിന്ന് ലഭിക്കുകയുണ്ടായി. പക്ഷേ വിദ്യാർത്ഥികളുടെ പരാതിയിൽ നടപടി ഉണ്ടാകുന്നില്ലെന്ന് ആരോപിച്ചാണ് ഇപ്പോൾ ഇന്നലെ രാത്രി മുതൽ വിദ്യാർത്ഥികൾ സമരത്തിലുള്ളത്. പോലീസ് ഈ പ്രദേശത്ത് എത്തിയിട്ടുണ്ട്. വിദ്യാർത്ഥികളെ ബലം പ്രയോഗിച്ച് പിരിച്ചുവിടാൻ ഇടയ്ക്ക് ശ്രമമുണ്ടായി, പക്ഷെ അവർ വഴങ്ങിയില്ല. ഇപ്പോൾ അവസാന ഘട്ടം വിദ്യാർത്ഥികളും മാനേജ്മെന്റുമായി ഒരു ചർച്ച നടത്തിയെങ്കിലും ഇതിലും യാതൊരു പുരോഗതിയും ഉണ്ടായിട്ടില്ലെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. സുഹൈൽ, നൂറുകണക്കിന് വിദ്യാർത്ഥിനികൾ തങ്ങുന്ന ഹോസ്റ്റലിൽ മതിയായ സുരക്ഷയില്ലെന്ന കാരണത്തിൽ പ്രതിഷേധിക്കുകയാണ് മലയാളികളടക്കമുള്ള കേന്ദ്ര സർവകലാശാലയിൽ പഠിക്കുന്ന വിദ്യാർത്ഥി.